ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്വർ റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും കഴിക്കാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു പരിപ്പ് കറിയാണിത്. ഫ്രണ്ട്സ്, ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പരിപ്പ് കഴുകി കുതിർത്തിയെടുത്തത്, ഒരു തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാൻ വേണ്ടി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വെച്ച പരിപ്പ്, തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അതിലേക്ക് 3 കപ്പ് വെള്ളവും ഒഴിച്ച് കുക്കർ 3 വിസിൽ വരുന്നത് വരെ പരിപ്പ് വേവിക്കാൻ വെക്കുക. ഇതിലേക്ക് ചേർക്കാനായി ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വാളൻപുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 12 ചുള ചെറിയ ഉള്ളിയാണ് മുറിച്ചെടുത്തത്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളിയാണ് കുതിർക്കാൻ വെച്ചത്. കുക്കർ ഇവിടെ 3 വിസിൽ വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒരു അടപ്പ് കൊണ്ട് മൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ ഉള്ളി ആദ്യം തന്നെ ചേർത്താൽ വല്ലാതെ ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് പിന്നെ ചേർക്കുന്നത്. ചെറിയ ഉള്ളി വെന്തു വരുമ്പോൾ ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്യുക. പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്